ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ ത്രിപുര സുന്ദര്യൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളികപ്പുറം മേൽശാന്തി. ലളിതാ സഹസ്രനാമത്തിലെ 857 നാമങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി 858 നാമം. ഓം കൽപ്പനാരഹിതായൈ നമ. കൽപ്പനയില്ലാത്തവൾ എന്നാണ്. അപ്പോൾ കൽപ്പനാ സാദൃശ്യം, രൂപം, ആജ്ഞ, അതുല്യ എന്ന് രൂപരഹിതം എന്നൊക്കെയാണ് അതിന്. ആർക്കും ആജ്ഞാപിക്കാൻ കഴിയാത്തവൾ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ സംസാരസാഗരത്തിലെ ജീവിത തരംഗങ്ങൾക്ക് കൽപ്പന എന്നൊരു പേരുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആ തരംഗങ്ങളില്ലാത്തവൾ എന്നുള്ള അർത്ഥത്തിലും ഗ്രഹിക്കാം. ഇനി അഷ്ടാവക്ര ഗീതയിൽ പറയുന്നത് നോക്കൂ. മയ്യനന്ദേ ചിദംബോധൗ ആശ്ചര്യം ജീവബീജയ ഉദ്യന്തി ഖനന്തി ഖേലന്തി പ്രവിശന്തി സ്വഭാവത. ഞാനാകുന്ന അനന്തചിത് സമുദ്രത്തിൽ ജീവനാകുന്ന തരംഗമാലകൾ ഉയരുകയും ഇടഞ്ഞു തകരുകയും കൂത്താടുകയും വീണ്ടും എന്നിൽ തന്നെ സ്വാഭാവികമായിട്ട് അടങ്ങുകയും ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. എന്തൊരാശ്ചര്യമാണ്! കൽപ്പത്തിന് പ്രളയപര്യന്തമുള്ള കാലം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ കൽപ്പാധികം നാരാധികം ഹിത, കൽപ്പനാരഹിത എന്ന് പദം പിരിച്ചാൽ കൽപ്പപര്യന്തമുള്ള കാലത്ത് നരന്മാർക്ക്, അതായത് മനുഷ്യർക്ക് ഹിതകാരിയായ ബന്ധുവായുള്ളവൾ എന്നുള്ളൊരർത്ഥം കിട്ടും. അപ്പോൾ കൽപ്പത്തിന് പ്രളയകാലമെന്നും പറയാം. അപ്പോൾ പ്രളയകാലത്തെ നാരത്തിൽ ഹിതകാരിയായവൾ എന്ന് നാമത്തിനർത്ഥം വരും. അപ്പോൾ പ്രളയജലത്തിൽ സകല ജീവരാശികളുടെയും സൂക്ഷ്മബീജങ്ങളെ വാസനാരൂപത്തിൽ ദേവി ഉൾക്കൊണ്ടു എന്നാണ്. വീണ്ടും പ്രളയാനന്തരം മറ്റൊരു കൽപ്പസൃഷ്ടിക്ക് വേണ്ടിയിട്ട് പുനഃസൃഷ്ടി നടത്തുന്നു എന്നാണ്. അപ്പോൾ ഇത് നിസ്തന്ത്രമായിട്ടുള്ള ആവർത്തനമാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി 859 നാമം. ഓം കാഷ്ഠായൈ നമ. അങ്ങേയറ്റത്തെ അവസ്ഥയിൽ വർത്തിക്കുന്നവൾ എന്നാണ്. അപ്പോൾ അതിനപ്പുറം ഒന്നുമില്ല. ഇത് സൂതസംഹിതയിൽ പറയണു. പ്രതീതം വാ സദസച്ച പരശിവ ഇതി വേദാന്തവാക്യാനാം നിഷ്ഠാകാഷ്ടേതി കഥ്യതേ. നിരാകാരമാകട്ടെ സകാരമാകട്ടെ, സത്താകട്ടെ അസത്താകട്ടെ, പരമമായ ശിവതത്വമേതോ അതാണ് വേദാന്തവാക്യങ്ങളുടെ മുഴുവൻ അധിഷ്ഠാനം. അതാണ് പരാകാഷ്ഠ എന്ന് പറയണത്. അപ്പോൾ സ കാഷ്ഠ സ പരാഗതി എന്ന് ശ്രുതി പ്രമാണമാണ്. അതാണ് അങ്ങേയറ്റത്തെ അവസ്ഥാസ്വരൂപം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനെയും സമാവേശിപ്പിച്ച് സ്ഥിതി ചെയ്യുന്നതിനാൽ കാഷ്ഠ എന്നുള്ള നാമം എന്നാണ്. അപ്പം നിരുക്തം ക്രാന്ത്വ തിഷ്ടന്തി ഇതി കാഷ്ഠ എന്ന് സ്മൃതി പറയണു. വിഷ്ടപ്യാഹമിതം കൃഷ്ണ ഏകാംശേന സ്ഥിതോ ജഗത് എന്നാണ്. അപ്പോൾ ലിംഗപുരാണത്തിൽ പറയുന്നത് ചരാചരാണാം ഭൂതാനാം സർവേഷമവകാശത വ്യോമാത്മാ ഭഗവൻ ദേവോ ഭീമ ഇത്യുച്യതേ ബുധൗ എന്നാണ്. അപ്പോൾ ചരാചരങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഭീമാകാശരൂപിയായി വർത്തിക്കുന്ന ശിവൻ്റെ പത്നിയാണ് ദിക്സ്വരൂപിയായ കാഷ്ഠ എന്നാണ് അർത്ഥം. അപ്പോൾ സംസാരസാഗരം കടന്ന് അപ്പുറം സ്ഥിതി ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥം കാഷ്ഠ എന്ന നാമത്തിനർത്ഥമായിട്ട് നമുക്ക് എടുക്കാം. ഇനി 860 നാമം. ഓം അകാന്തായൈ നമ. അകത്തിന് അന്തം വരുത്തുന്ന ശീലത്തോടു കൂടിയവൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അകം പാപമാണെന്നും ദുഃഖമെന്നൊക്കെ പര്യായമുണ്ട്. അപ്പോൾ സകല പാപത്തെയും സകല ദുഃഖത്തെയും ധ്വംസിക്കുന്നവൾ, ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവീകവുമായ ദുഃഖങ്ങളെയാണ് അർത്ഥമാക്കുന്നത് ഇവിടെ. അപ്പോൾ ഇനി 861 നാമം. ഓം കാന്താർത്ഥവിഗ്രഹായൈ നമ. കാന്തൻ്റെ അർത്ഥവിഗ്രഹത്തോടു കൂടിയവൾ എന്നാണ്. അപ്പോൾ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. അപ്പോൾ വിശേഷേണ ഗ്രഹിക്കാവുന്നത് വിഗ്രഹം.
അപ്പോൾ വ്യക്തിയായാലും ദേവതയായാലും ശരീരം അതാണല്ലോ ഗ്രഹിക്കുക. അങ്ങനെ കാന്തൻ്റെ അർത്ഥവിഗ്രഹത്തോടു കൂടിയവൾ എന്നും കാന്തയുടെ അർത്ഥവിഗ്രഹത്തോടു കൂടിയവൾ എന്നും അർദ്ധനാരീശ്വര വിഗ്രഹമാണ് ഇവിടെ വിവക്ഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി കാന്തപദം ഖകാരത്തിൻ്റെ അനന്തമായ ഖകാരം എന്നെടുത്ത് ഖകാരത്തിന് സ്വർഗം എന്നുള്ളൊരർത്ഥമുണ്ട്. അപ്പോൾ ഗ്രഹിച്ച് ആ സ്വർഗം എന്നുള്ള അർത്ഥം ഗ്രഹിച്ച് അർത്ഥപദത്തിന് ഭാഗം ഏകദേശം എന്നൊക്കെ അർത്ഥം സ്വീകരിച്ച് ശരീരത്തിൻ്റെ ഏകദേശ ഭാഗം സ്വർഗമായുള്ളവൾ എന്ന് വ്യാഖ്യാനിക്കാം നമുക്ക്. ഇനി 862 നാമം. ഓം കാര്യകാരണ നിർമുക്തായൈ നമഃ. കാര്യകാരണ ബന്ധത്തിൽ നിന്നും അതീതയായവൾ. പ്രപഞ്ചത്തിലെ ഏതും കാര്യകാരണ ബന്ധത്തോട് കൂടിയതാണ് എന്നാണ് പറയുന്നത്. അപ്പം പ്രപഞ്ചത്തിൻ്റെ കാരണവസ്തുവായ ദേവിക്ക് മറ്റൊരു കാരണവസ്തു ഇല്ല. ഉണ്ടെന്ന് വന്നാൽ അനവസ്ഥ എന്നുള്ള ദോഷം സംഭവിക്കുന്നതാണ്. അപ്പോൾ കാരണം അതിന് പിന്നെയും കാരണം തേടേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ അന്തമറ്റു പോകുന്നതിനാണ് ഈ അനാവസ്ഥ എന്നുള്ള ശാസ്ത്ര സംജ്ഞയൊക്കെ പറയുന്നത്. അപ്പോൾ കാര്യം മഹാദാദികളും കാരണം മൂലപ്രകൃതിയുമാണ് എന്നുള്ളതാണ്. അപ്പോൾ കാര്യകാരണ നിർമുക്തമായതാകട്ടെ ശുദ്ധ ബ്രഹ്മവസ്തുവും ദേവി ശുദ്ധ ബ്രഹ്മവസ്തുവാണെന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നതസ്യ കാര്യം കാരണം ച വിദ്യതേ ന തത് സമാശ്ചാപ്യാധികശ്ച ദൃശ്യതേ പരാസ്യ ശക്തിർ വിവിധ ശ്രൂയതേ സ്വാഭാവികി ജ്ഞാന ബലക്രിയാജ എന്നാണ് ശ്വേതാശ്വേതോപനിഷത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത്. ഇനി 863 നാമം. ഓം കാമകേളിതരംഗിതായൈ നമഃ. സഹസ്രാര പത്മത്തിലെ കർണികാഗ്രഹത്തിലെ കാമേശ്വരനുമായിട്ടുള്ള കാമകേളിയിൽ ഉത്സാഹത്തിമിർപ്പോട് കൂടിയവൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മഹാമൈഥുനം എന്നാണ് ശിവശക്തി സംയോഗത്തെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ തരംഗിത എന്നുള്ള പദത്തിന് ധന്യാത്മകത എന്നാണ് നമ്മൾ അർത്ഥമായിട്ട് എടുക്കേണ്ടത്. ഇനി 864 നാമം. ഓം കനകതാടങ്കായൈ നമഃ. മിന്നിത്തിളങ്ങുന്ന കനകം കൊണ്ട് തീർത്ത കർണാഭരണത്തോടു കൂടിയവൾ എന്നാണ്. അപ്പോൾ താടകം എന്ന് പറഞ്ഞാൽ തോടയാണ് അല്ലേ. അപ്പോൾ തോട എന്ന വലിയ കമ്മൽ അതാണ് അതിൽ നിന്ന് അർത്ഥമാക്കി എടുക്കേണ്ടത്. അപ്പോൾ സ്വരൂപകൽപ്പനയിൽ ദേവി തിളങ്ങുന്ന സുവർണ കുണ്ടലങ്ങൾ ചാർത്തി മനോഹരിയായി കാണപ്പെടുന്നു എന്നാണ്. വിരാട് രൂപകൽപ്പനയിലോ സൂര്യചന്ദ്രന്മാരാണ് ദേവിയുടെ പ്രഭാപൂർണമായ കർണപൂരങ്ങൾ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പൗർണമിക്കുദിക്കുന്ന ചന്ദ്രനും അസ്തമിക്കുന്ന സൂര്യനും ഒരുപോലെ കനകാഭയായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി 865 നാമം. ഓം ലീലാവിഗ്രഹരൂപിണ്യൈ നമഃ. ഒരു വിനോദമെന്ന നിലയിൽ വിവിധാകാരങ്ങൾ കൈക്കൊണ്ട് വിളങ്ങുന്നവൾ എന്നാണ് അർത്ഥം. അപ്പോൾ ശുദ്ധ ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള ദേവിക്ക് കാമകേളിയും കുണ്ടലങ്ങളുമൊക്കെ എന്ന് നമുക്ക് ഭ്രമം തോന്നാം അല്ലേ. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ലീലാവിഗ്രഹരൂപിണി എന്നുള്ള മന്ത്രം. അപ്പോൾ ഇതൊന്നും പരമാർത്ഥികമല്ല, വെറും ലീല മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. എന്തിനാണ് ഈ ലീല എന്ന് ചോദിച്ചാൽ ജീവിതം 100% കാര്യമാത്ര പ്രസക്തമാണല്ലോ. അല്ല, ജീവിതം 100% കാര്യമാത്ര പ്രസക്തമല്ല എന്നുള്ളതാണ്. ആകാനും പാടില്ല. അപ്പം ആയാൽ ജീവിതം വിരസവും ശുഷ്കവുമായി പോകും എന്നുള്ളതാണ്. അപ്പോൾ സംയമിയായ വാൽമീകിക്കും ഇണപ്രാവ് അമ്പേറ്റ് പതിച്ചപ്പോൾ ഉള്ളുരുകി എന്നുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഫലമോ ഒരു വിശ്വോത്തരമായിട്ടുള്ള മഹാകാവ്യം നമുക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു പൂവ് വിരിയുന്നതിൽ പരാഗസംക്രമണം അല്ലെങ്കിൽ പരാഗണം മാത്രമാണ് സത്യം. പൂവിൻ്റെ ഗന്ധം, മാർദ്ദവം, വർണ്ണഭംഗി, മധു ഇതൊക്കെ സത്യത്തെ പൊതിഞ്ഞു നിൽക്കുന്ന നുണകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അസത്യങ്ങളാണ്, അതാണ് ലീല എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചശില്പിയുടെ ലീല എന്ന് പറയാം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ അവതാരങ്ങൾ, ലീലാർത്ഥമായിട്ട് വിവിധങ്ങളായ അവതാരങ്ങൾ കൈക്കൊള്ളുന്നവൾ എന്നൊക്കെയുള്ള അർത്ഥത്തിലെടുത്താൽ മതി. അപ്പോൾ യോഗവാസിഷ്ടത്തിൽ
പത്മരാജ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ലീലാദേവിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും ദേവി ലീലാവിഗ്രഹധാരിണി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി 866 നാമം ഓം അജായൈ നമ. ജനനമില്ലാത്തവൾ എന്നാണ്. അപ്പോൾ അജമേഘം ലോഹിത ശുക്ലകൃഷ്ണം എന്നാണ് ശ്രുതി. ന ജായതേ മ്രിയദേവ കഥാചിത് എന്നാണ് സ്മൃതിയിൽ പറയണത്. നഹി ജാതോ ന ജായേഹം ന ജനിഷ്യേ കഥാജന ക്ഷേത്രജ്ഞ സർവഭൂതാനാം തസ്മാദഹമജ്ഞസ്മൃത എന്ന് മഹാഭാരതത്തിൽ എടുത്തു പറയുന്ന കാര്യമാണ്. അപ്പോൾ ജാതസ്യാഹി ധ്രുവോ മൃത്യു എന്നാണ്. അപ്പോൾ ജനിച്ചതിനെല്ലാം നാശം സുനിശ്ചിതമാണ് അല്ലേ. അപ്പോൾ അനശ്വരയായ ദേവി ജനിച്ചവളല്ല. അതുകൊണ്ടാണ് ദേവി അജ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അജോ നിത്യ ശാശ്വതോ യം പുരാണം എന്ന് ഭഗവത്ഗീതയിൽ സ്പഷ്ടമാക്കിയിട്ടുണ്ടല്ലോ. അത് ആ അർത്ഥത്തിൽ നമുക്ക് ഗ്രഹിക്കുകയും ചെയ്യാം. ഈ നാമത്തോടു കൂടി ഇന്നത്തെ സർഗം നമുക്കിവിടെ പൂർണ്ണമാക്കാം. അടുത്ത നാമം മുതൽ അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ.